എല്ലാരും ഇങ്ങനെ കാണുമ്പോഴേ നമ്മളെ യാത്ര തുടക്കം അല്ല അവസാനിക്കുന്നതിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അവസാനത്തെ പ്ലേസ് മലമ്പുഴയാണ്. അപ്പൊ മലമ്പുഴ നമ്മളെല്ലാവരും എത്തി, എല്ലാവരും കണ്ടു. ഇനി കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് നമ്മുടെ യുവജന കൂട്ടായ്മയുടെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ട്, അത് നമ്മളിവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും. അതിനുശേഷം നമ്മൾ ബസ്സിലേക്ക് പോവാം. അതിനുശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാണ് വീട്ടിലേക്ക് എത്താം. അപ്പൊ ഇതുവരെയുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഓരോരുത്തരും പറയണം. അതിനൊക്കെ പറ്റിയൊരു സ്പേസ് പറയണം. കാരണം 2 ബസ്സിലാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ പ്രയാസമാണ്. അപ്പൊ ഇതുവരെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങള് ബസ്സിലാവുമ്പോ കഴിയോ? ഇങ്ങനെ വെച്ച് കണ്ട് ആൾക്കാര് നമ്മളെ വാൽപ്പറമ്പെന്ന് എത്ര ആള്, പുളിക്കപ്പറമ്പെന്ന് എത്ര ആള്, പട്ടകടവെന്ന് എത്ര ആള്, പാറമ്പെന്ന് എത്ര ആള്, പള്ളിപ്പടി എത്ര ആളെന്ന് ചോദിച്ചപ്പോ ഓരോരുത്തർ നല്ല ആവേശത്തോടു കൂടി കൈയൊന്തിക്കുകയും ആവേശത്തോടുകൂടി പാട്ട് പാടുക ചെയ്തിരുന്നേ. അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയുള്ള അഭിപ്രായങ്ങൾ, ഇതുവരെ ടൂർ പോവാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഇതുവരെ നിങ്ങളെ ഈ ഒരു ദിവസം എങ്ങനെയായിരുന്നോ? നിങ്ങളെ സന്തോഷമായോ, സങ്കടമായോ, പോകുന്നത് ബുദ്ധിമുട്ടായോ, വാണ്ടി ചെയ്യുന്നു തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒന്നുള്ളത് നിങ്ങള് ഒന്ന് പറയാ. അപ്പോ എന്നോട് ഒരുപാട് ആൾ പറഞ്ഞു അടുത്തതിന്റെ ഡേറ്റ് ഇന്നേനെ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണോ അഭിപ്രായം? എന്താ നിങ്ങൾക്ക് തുറന്നു പറയാ? കാരണം എന്താ, ഇവർ നമ്മളെ കൂടെ ഉണ്ടോ, നമ്മളെല്ലാരും വരൊപ്പം ഉണ്ടാവും. യാതൊരു പേരും പേടിച്ചണ്ട. ഇവരെ ടീമാണ് നമുക്കുള്ളത്. പട്ടർക്കടവ് യുവജന കൂട്ടായ്മ എന്ന് പറഞ്ഞ ഈ 2 ആളെ ഈ ഒരു ടീമുണ്ട്. ഈ 2 ആളല്ല, ഒരു ടീമുണ്ട് 15 അംഗങ്ങൾ. ആ 15 അംഗങ്ങളാണ് നമുക്ക് ഇതിന് കരുത്ത് പകർന്നത്. കാരണം ഒരുപാട് കാലങ്ങളായി നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം എവിടെ ഉണ്ടായിട്ടില്ല. നമ്മളെ പട്ടർക്കടവ് എന്നല്ല എവിടെ ഇങ്ങനെ വരലില്ല. അപ്പൊ അതും ഈ വയസ്സന്മാരെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമുള്ളതാണ്. ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ പോകും, പല ടീമായിട്ട് പോകും. പക്ഷെ ഇങ്ങനത്തെ നമ്മളെ ഈ വയസ്സ് നിശ്ചയിച്ച് 50 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ ആരുമില്ല. മക്കൾ അവരെ സന്തോഷത്തിന് അവരെ ഫാമിലിയായിട്ടും പോകും, മരുമക്കൾ ഓലെ സന്തോഷത്തിന് ഓലെ ഫാമിലിയായിട്ടും പോകും, കുട്ടികള് അവരെ സന്തോഷത്തിന് പോകും. പക്ഷെ അപ്പോഴൊക്കെ വീട് കാക്കാൻ ആരേകാരം? നമ്മളേകാരം. ഭർത്താവിന് സുഖം ചെയ്യും, ആർക്കെയും സുഖം ചെയ്യും, നിങ്ങളെല്ലാരും പോയിക്കോളും, ഞാൻ നോക്കിക്കോളാം, നമ്മളവിടെ ഇരിക്കും. ഞങ്ങൾ പോരി എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ പോരി, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞിക്കാണ്ട് ഇവരെ ഈ ടീം, ഈ 15 അംഗ ടീം നമ്മളെ പറഞ്ഞ് എന്നോട് പറഞ്ഞ നിങ്ങൾ കൂടെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു പണി എനിക്ക് തന്നിട്ടില്ല. ഫുള്ള് ഇവരാണ് പണിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരോട് നന്ദി പറഞ്ഞാൽ നമുക്ക് തീരൂല. അപ്പൊ നിങ്ങളെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും 4-5 ആൾക്കാർ, ബാക്കിയുള്ളത് നമ്മൾ ബസ്സിൽ നിന്ന് പറയിപ്പിക്കാം. ഇവിടുന്ന് 4-5 ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് പറയണം. അത് നമുക്ക് വേണം. കാരണം എന്താണോ, ഇങ്ങനത്തെ അത് ചെയ്യുമ്പോ അതിനെ അഭിനന്ദിക്കാൻ നമുക്ക് വേണ്ടത്. പ്രാർത്ഥന അഭിനന്ദനം ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. എത്ര പോലെ കൊണ്ടൊരു കാര്യം ഉണ്ടല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ പ്രവർത്തനം ഇല്ലാണ്ടാവും. പക്ഷെ പ്രോത്സാഹനം ഉണ്ടായാല് വീണ്ടും 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 ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തോന്നും. അപ്പൊ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇനിയും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളത് ഇവർക്ക് വേണം. അപ്പൊ ഇവര് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും. എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഒരിക്കലും നടക്കാൻ കഴിയാത്തൊരു സംഭവമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഇവരോട് ഞാൻ എന്റെ നന്ദി അറിയിക്കണേ. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും നന്ദി ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വളരെ നന്ദിയാണ്. ഇതിനു മുന്നേ ഞങ്ങൾ പോയിട്ടില്ല. നമ്മളെ ഈ പട്ടകടവ് മുതൽച്ച് നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നടന്നിട്ടില്ല. മറിഞ്ഞു വന്നതിന് നമുക്ക് എല്ലാ ഉപകാരം. വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ടൊന്നുമില്ല. എന്നാലും കുട്ടികളൊക്കെ പോയിനു. ഇതിൽ നമ്മള് പോയിട്ടില്ല. അപ്പൊ നമ്മളെങ്ങനെ ഈ വയസ്സന്മാരത്തിൽ അങ്ങനെ ആയിട്ട് നമ്മളിതിൽ കൊണ്ടുവന്നു. ചങ്ങാഴ്ചകളൊപ്പം അങ്ങനെ ആയിട്ടൊന്നും പറ്റില്ല. അപ്പൊ നല്ല സന്തോഷമായി, നല്ല റാഹത്ത്. ഞങ്ങക്ക് നല്ല നന്ദിയുണ്ട്. പക്ഷെ ഞങ്ങളെ കുട്ടികളെയും കൂടി ഇനി അടുത്ത കൊല്ലം ഇത് കാക്കാൻ പൂതിയുണ്ട്. ചെറിയ മക്കളെ ഞമ്മക്ക് പെരുന്ന് കൊണ്ടാടാനുള്ള ഒരു പൂതിയും കൂടി ഞമ്മക്കുണ്ട്. ഇത്രയും ഞങ്ങൾ കൊണ്ടുപോയി ശേഖരിച്ച് ചെയ്തതിന് ഞങ്ങക്ക് നന്ദിയുണ്ട്. അല്ലാ ഒന്നും ഇനി പറയാനില്ല. ഇതിലൊരു കാര്യമുള്ള എന്താണോ, നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരമുണ്ട്. 1 മുതൽ അവർ പഠിക്കുന്ന സ്കൂൾ വരെ അവർക്ക് ടൂറുണ്ട്. അതും കൂടി വിജയിച്ചാണ് നമ്മളൊപ്പം നമ്മളെ മക്കൾക്ക് കാണണം. നമ്മളൊരു ആഗ്രഹം ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം? വളരെ ഉഷാറായി. അങ്ങനെ എല്ലാവർക്കും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി. ടൂറൊക്കെ കുട്ടികളൊപ്പം എല്ലാവരും പോകലുണ്ട്. എങ്ങനെ പോകലുണ്ട്, കുട്ടികളും മക്കളും മരക്കളും ഒക്കെ പോകലുണ്ട്. അത് വേറൊരു ഇത് ഞങ്ങൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പാടെ പോകുന്നത് വളരെ ഉഷാറായി, നല്ല റാഹത്തായി.
ഇതൊക്കെ നല്ല റാഹത്തായി. പോയതൊക്കെ സന്തോഷമായി. നമ്മളെ ഇത്രയും ഞങ്ങളെ എത്തിച്ചു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. എവിടെയും പോയിട്ടില്ല. ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ആദ്യം രാവിലെ ഒന്നും വലിയതില്ലായിരുന്നു. ഉച്ചയെ ഉളക്കി നന്നായി, സന്തോഷായി. എല്ലാം കൊണ്ടും അടുത്തൊരു പോകണം. ഒരു പ്രശ്നവും നല്ല സന്തോഷമായി. എല്ലാരും കാണാനായി. ചങ്ങാഴ്ചകളൊക്കെ ഞമ്മ പോണം. ഇൻഷാല്ലാ പോണം. ആങ്ങളാരൊപ്പം മക്കളൊപ്പം ഭർത്താവിനൊക്കെ പോലുണ്ട്. അതിലാരൊക്കെ സന്തോഷമായി ഈ ഒരു യാത്ര. നല്ല റാഹത്തായി. അൽഹംദുലില്ലാഹ്. ഇനി ഇങ്ങനെ ഒന്ന് പോകണം. നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും വയസ്സായ 73 വയസ്സായ നമ്മളെ ആജറുമാത്തേനെ. ആജറുമാത്താന്റെ അഭിപ്രായം പറയും. ജീവിതത്തിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. മക്കളെ വിളിച്ചും പോയിട്ടില്ല. എത്രയും വയസ്സിനടി നടാറാണ്. എനിക്ക് സന്തോഷമായും ചെയ്തു. നല്ല യാതൊരു പ്രയാസം ഞാൻ പോകുന്നത്. എന്റെ കാത് രണ്ടും വീങ്ങച്ച്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നത്. വളരെ 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 നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളുടെ അയൽക്കൂട്ടം, ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ ഉമ്മമാര് എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും സന്തോഷിച്ചൊരു യാത്ര ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. സ്കൂള് പഠിക്കണ കാലം മുതൽ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ യുവജന കൂട്ടായ്മന്റെ അവരുടെ ആ ഒരുമയും ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചതിന് അവരോട് അങ്ങേറ്റം നന്ദി പറയാണ്. ഇനി അടുത്ത ഡേറ്റ് എന്താണെന്നും കൂടെ മുന്നേ എല്ലാവരും പരിപാടിയിൽ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും കൂടുതലും പിന്നെ ഇതാവുമ്പോ അമ്മായിമാരെ മാത്രല്ലല്ലോ, ഇത് ഫ്രണ്ട്സുകളല്ലേ. അപ്പൊ ഏറ്റവും ഉഷാറായിക്കും. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാരും കൂടി പരിപാടി ചെയ്തതോടുകൂടി ഉഷാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാന് പട്ടർക്കറവ് വാർഡിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നത്. ഇതിന്റെ സംഘാടകർക്ക് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം സന്തോഷമായി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വരണോ വരണ്ടേന്ന് സംശയിച്ചിട്ട് നിന്നിരുന്ന ആളാണ്. ലാസ്റ്റ് സമയമാണ് പേര് കൊടുത്തത്. ഒരുപാട് സന്തോഷമായി. ഇനി ഇതുപോലെ ഒരുപാട് ടൂർ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണ്. ഇതുവരെ നല്ല സന്തോഷമാണ്. ഇനി ഇതേമാതിരി സന്തോഷം ഇനിയും കിട്ടാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എന്തും ഒന്നും പറയാ, സന്തോഷമില്ലാത്തൊന്നും പറയാല്ല ഞങ്ങക്ക്. ഇതുവരെ ചെയ്തൊക്കെ നന്ദി. ഞങ്ങൾ പോയതൊക്കെ എല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞോളൂ. ഇനി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പോരാൻ തയ്യാറാണ് എല്ലാരും. എനിക്ക് വളരെ ഇഷ്ടമായി ഈ പോക്കിന്. ഇതിനെ പ്രവർത്തിച്ചവരൊക്കെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിന്. അസ്സലാമു അലൈക്കും. പറയണത് എല്ലാരും ശ്രദ്ധിക്കട്ടാ. ഹലോ, നമുക്ക് അടുത്തതായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് നമുക്ക് പ്രവാസികളായിട്ടുള്ള 3 യുവാക്കൾ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെ കൂടെ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത്, നമ്മൾ അറിയിച്ച സമയത്ത് അവര് അത് പ്രത്യേകമായിട്ട് എടുക്കുകയും അവരുടെ വകയായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഞങ്ങളെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് ഓരോരുത്തർക്കായിട്ടും തരും. ആ തരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടെ ഉണ്ടാവണമെന്നും കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, നമസ്കാരം. നിങ്ങൾക്ക് എത്ര വയസ്സായി? 73. നമ്മളെ വാർഡില് ഇപ്പൊ ഈ പോന്നതില് 73 വയസ്സും 70 വയസ്സായ 2 ആൾക്കാരാണുള്ളത്. ഇവർക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ആദ്യം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളെ ഹാജറുമാത്തിയും നമ്മളെ ഖദീജാത്തിയാണ് ഉള്ളത്. അപ്പൊ അവർക്കാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിന് ബട്ടറോഡ് കൂട്ടായ്മന്റെ യുവജന കൂട്ടായ്മന്റെ ആൾക്കാരും കൂടി വരി കൊടുക്കി വരി. എന്റെ അടുത്ത ആള് കൊടുക്കേ ഇവർക്ക്. ഇനി ഒന്നായിട്ട് എല്ലാവർക്കും നമ്മളെ പോസ്റ്റ് ഓഫീസിലെ ചേച്ചിക്കും സ്വന്തമായിട്ട് ഒരു വീട് മുണ്ടറമ്പിൽ വെച്ചിട്ടും ചേച്ചി നമ്മളെ വിട്ടുപോയിട്ടില്ല. ചേച്ചിക്ക് ഉള്ള സമ്മാനമാണ് നൽകുന്നത്. Ultra Beats
നമസ്കാരം. എല്ലാവരും ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച് ഉറങ്ങലൊടങ്ങിയ ആ ബാക്ക് ബെഞ്ചൊക്കെ ഉറങ്ങലൊടങ്ങിയ കഴിഞ്ഞിട്ടില്ല ഭക്ഷണം. ഒരു ആപ്പിളും കൂടി പാണ്ട് വരും. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാട്ട് പാടുന്ന ആളുകൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് തരുന്നത്. അത് വെറുമ്പാക്കല്ലേന്നു. പല ആളുകളും അത് വെറുതെ പറയാൻ വെച്ചിട്ട് പാട്ട് പാടിയില്ല. പക്ഷെ ആവേശത്തോടു കൂടി പാടിയ ഒരുപാട് ഗായികമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ സഹാറ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന നമ്മുടെ ആമോജി പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റാണ്. അത് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോ ആരാണ് പാട്ട് പാടിയെന്ന് വെച്ച് ഒന്ന് കയ്യൊന്തിക്കുക. ആളുകളെ എണ്ണെടുത്തിട്ട് അവരെ സീറ്റിലേക്ക് വോളണ്ടിയേഴ്സ് ഗിഫ്റ്റ് എത്തിച്ചേരുന്നതാണ്. കൈ പൊന്തിക്കാത്തവർക്ക് കിട്ടൂലേട്ടാ. കൂടുതൽ പാട്ട് പാടിയ ആള് തക്കണോ ഒന്നും ഇവിടെ കൊടുക്കേ. എല്ലാരും ഒന്ന് കൈയടിക്ക. അടുത്ത ടൂറിൽ നന്നായിട്ട് പാട്ട് പഠിച്ചു വരാം. രണ്ടാമത്തെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുഞ്ഞുട്ടിയാക്കാന്റെ പെണ്ണുങ്ങൾ ഒരുപാട് പാട്ട് പാടിക്കണം. കുഞ്ഞുട്ടിയാക്കാന്റെ അല്ല കരീമാക്കാന്റെ. ടീച്ചർ സംഘാടകരുടെ അല്ല ടീച്ചറെ? അതെ അതെ, അത് നമുക്ക് അങ്ങനത്തെ പറയാം. അടുത്ത കൈയൊന്തിക്ക്. ആ കൈയൊന്തിച്ചിട്ട് കൊണ്ടേ കൊടുക്കേ. സൂറാത്ത പാടിയിട്ടുണ്ട്. സൂറാത്ത നല്ല ബൈത്തായിട്ടും എല്ലായിട്ടും പാടിയിട്ടുണ്ട്. പിന്നെ ആക്കണോ എന്താണ് കളപ്പണ്ണം റസാഖാന്റെ പെണ്ണുങ്ങളെ അവിടെയും കൊടുക്കി. അതാ കയ്യ് കണ്ടുണ്ട് സാലിന്റെ അമ്മ. അടുത്ത ആരാണ് ഈ സൈഡില്? സായിദാത്തും സൈബോത്തല്ല ഒരു രണ്ടാളും പാടിയിട്ടുണ്ട്. മൈമൂനാത്ത പാടിയിട്ടുണ്ട്. ആ കുഞ്ഞുട്ടി അങ്ങനെ പെണ്ണുങ്ങൾക്കില്ലേ മൈമൂനാത്തതാ. ഇവര് ഇത് തന്നെ ഞാൻ രണ്ടും ഇതും അല്ല ഈ ഗിഫ്റ്റ് കൊടുത്താലേ കൊരട്ട് കൂടി പാടണം, അല്ലെങ്കിൽ മാറ്റി കൊടുക്കും. അല്ല ഒരു പാട്ട് പാടിക്കണം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഓളിങ്ങനെ കയ്യൊന്തിക്കുണ്ട്. ആ ബാക്ക് ബെഞ്ചിക്ക് പോയിട്ടില്ല. ഇവിടെ കൊടുത്തോ എമ്മിനകത്തൊക്കെ. ഇനി ഉണ്ടോ? കഴിഞ്ഞോ? ആ എമ്മിനകത്താക്കും ബാക്കില്. ആ സൂറാത്ത കിട്ടിയാ സൂറാത്ത കൊടുക്കേ. നോക്കട്ടെ എന്താ ഇതെടുക്ക്. സൂറാത്ത കൊടുക്കാത് മൈമുനാത്ത എന്നാ അയ്യൊന്തിച്ചി കിട്ടിയാ? ഈ മൈമുനാത്ത കൊടുത്താ പാടിയിട്ടില്ലേ നിങ്ങൾ? കയ്യൊന്തിച്ചിട്ട് എന്നാ ബാക്ക് ബെഞ്ചിൽ രണ്ടെണ്ണം ബഷീറാക്കാനെ പെണ്ണുകൾ പാടിക്കണു. സൂറാത്ത ആ വിജയിച്ചു ഒരു കീർത്തനം പാടി. എന്താ രണ്ടെണ്ണം ഉണ്ടാ? കഴിഞ്ഞു. ഞാനും കൈ എന്തിക്കണ്ട. ആരെയും പൊന്തിച്ചവർക്ക് കിട്ടാത്തണ്ടാ? ആ ഒന്ന് പാടിക്ക. ആപ്പിളോ ആരെങ്കിലും? ആ ഒരു കിട്ടിയാ? അത് രണ്ടാം കൊടുത്താ? ബഷീറാക്കാന്റെ പെണ്ണുങ്ങൾക്കും കുഞ്ഞിന്റെ കരീമാക്കാന്റെ പെണ്ണുങ്ങൾക്കും കൊടുത്താ? ആ ഇനി ആരാണ് പാട്ട് പാടിയാലും കിട്ടാത്തോലെന്ന് പറയും. അങ്ങനല്ല, കൈ എന്തിക്കട്ടെ. കൈ ആരാണ് ഞാൻ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പാടിയെന്ന് പറഞ്ഞുകാണ്ട് എന്നാ ഷെരീഫ ടീച്ചർ കൊടുക്കേ. നമ്മളെ സാഹിറ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതേപോലെ ഷംല നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ വളണ്ടിയേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരു ആപ്പിൾ ഏറെ കൊടുത്താലും വേണ്ടിയില്ല, സമ്മാനം ഇല്ല. കാരണം അവര് വളണ്ടിയേഴ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവരാണ് നമ്മളെ ഗസ്റ്റുകള്. അപ്പൊ ഓക്കെ, അവന് മൈക്ക് നമ്മുടെ പ്രസിഡന്റിന് കൈമാറാണ്. ആ അത് പഠിച്ചു. വീട്ടിലേക്ക് എത്തും. അപ്പൊ ഇത് ഞങ്ങൾ എന്ന വയോജന വനിത ടൂർ വളരെ വിജയകരമായി എന്ന് തന്നെയാണ് ഞങ്ങൾ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ യുവജന കൂട്ടായ്മ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പട്ടർകടവില് 2 കൂട്ടായ്മ ഉണ്ട്. ഒന്ന് പട്ടർകട കൂട്ടായ്മയും അത് യുവജന കൂട്ടായ്മയും. ഈ യുവജന കൂട്ടായ്മ ഫോം ചെയ്തത് 1 വർഷം മുമ്പ് ആണ്. പട്ടർകട AMLP സ്കൂളിൽ വെച്ച് പട്ടർകട കൂട്ടായ്മയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു യുവജന വിങ് വേണമെന്ന ആവശ്യം
കൂട്ടായ്മയിൽ രൂപപ്പെടുകയും അതിന്റെ തൽഫലമായി നാട്ടുകാർ ഞങ്ങളൊരു 15-അംഗ ടീമിനെ നിർദ്ദേശിക്കുകയും അതിലെ കരുത്തുറ്റ 15 അംഗങ്ങൾ വളരെ ഒരേ മനസ്സോടും ഒറ്റ സ്വരത്തോടും ഇതുവരെ ഈ കാലയളവ് വരെ ഞങ്ങൾ മുന്നോട്ട് പോയി. അനവധി പ്രവർത്തനങ്ങൾ യുവജന കൂട്ടായ്മ പട്ടക്കടവ് കാഴ്ചവെച്ചു. അതിൽ ഒരു പുറംതോൽ തന്നെയാണ് ഈ ഒരു ടൂറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പും നമ്മൾ മുതിർന്ന പൗരന്മാരെ കൊണ്ടുപോയി. അതേപോലെ തന്നെ നമ്മുടെ ആഷിഖ് റുണിയൻ എന്ന ഫുട്ബോൾ താരത്തെ ഞങ്ങൾ ഒന്ന് സ്വീകരിച്ച് അയാൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം ഞങ്ങൾ നൽകി. അതേപോലെ തന്നെ പല പരിപാടികളും ഞങ്ങൾ നടത്തി. അപ്പോ ഇതിന്റെ ഫോം എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഞങ്ങൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. പട്ടക്കടവിന്റെ പലതരം കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഏത് സമയത്ത് ഏത് സന്ദർഭത്തിലും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഈ വനിതകൾ അത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് സ്വയം ആഡ് ചെയ്യാം. അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഒന്നുകൂടെ ഞങ്ങൾ നിറക്കൂട്ട് എന്ന ആ ഗ്രൂപ്പിലേക്ക് ഇടും. അത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അതിലേക്ക് ഉൾപ്പെടുത്തുക. അത്തരം പരിപാടികൾ നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു ബ്ലഡിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ വളരെ പ്രയാസമേറിയ ഒരു സമയമാണ്. അല്ലെങ്കിൽ ആ സന്ദർഭം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ആ ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഈ ഒരു പരിപാടി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷമീർ പട്ടണ യുവജന കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. പ്ലീസ് ആൻസർ. ഇതാണ് ഷമീറിനെ കണ്ടുകള്. ഇദ്ദേഹം നമ്മളെ യുവജന കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ നൗഫൽ മാഷ്, അദ്ദേഹവും മറ്റൊരു നൗഫലുണ്ട്. രണ്ട് നൗഫൽ വെറും കറുത്തിട്ട നമ്മുടെ യുവജന കൂട്ടായ്മയുടെ അംഗങ്ങളാണ്. അതേപോലെ ഷമീർ ഇന്ന് പോകുന്ന ലാലു, നിരവധി ആളുകൾ, ഒരു 15-അംഗം ടീമുകളാണ്. അവരാണ് ഞങ്ങൾ ഓരോ മാസവും ഇതിനൊരു മീറ്റിംഗ് ഞങ്ങൾ കൂടാറുണ്ട്. ആ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ വരുന്ന ആശയങ്ങളാണ് ഈ ഓരോരോ പരിപാടിക്കുള്ള ഒരു പ്രചോദനം. മാത്രമല്ല പട്ടക്കടവ് കൂട്ടായ്മയുടെ ഭാരവാഹികൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞങ്ങൾക്കൊരു പ്രചോദനമാണ് അവർ. ഞങ്ങളെ പിതാക്കന്മാരാണ് അവർ ഞങ്ങൾ എന്നും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളൂ. അവർ ഞങ്ങളെ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ, അതായത് പട്ടക്കടവ് കൂട്ടായ്മയിൽ ഒക്കെ നിങ്ങൾക്ക് പെടും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് പ്രത്യേകമായി നന്ദി പറയേണ്ട ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറാണ്. വാർഡ് കൗൺസിലറിന്റെ കാര്യം ഞങ്ങൾ ഈ ടൂറ് ഉണ്ട് എന്ന് പറഞ്ഞേക്ക് ആദ്യം ഞങ്ങൾ വിളിച്ചത്, ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലേക്ക് എത്തിയത് മറിയുമ്മ എന്ന നമ്മുടെ വാർഡ് കൗൺസിലറെയാണ്. അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി, നിങ്ങൾ ഒരു വലിയ കയ്യടി കിട്ടും, ധൈര്യം കിട്ടും. അതിന് അദ്ദേഹം അർഹത ഉള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു, ശ്രീമതി ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു, ഇന്നേ ദിവസം നിങ്ങൾക്ക് അവധിയാണോ, സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്തറിയാത്ത സംശയം, ഒരു സംശയമില്ല, ഞങ്ങൾ ഉണ്ടാവും, എന്തായാലും ഞാൻ ഉണ്ടാവും. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഞങ്ങൾ വളരെയേറായിട്ട് ഞങ്ങൾ വേറെ ആളുണ്ടാവുന്ന. അങ്ങനെ ആ പിന്തുണ
ഞാൻ വിശ്വസിക്കുന്നു ആ പിന്തുണയും അതേപോലെ അദ്ദേഹത്തിന്റെ പിന്തുണയെ തന്നെ ആയിരിക്കും ഈ ആളുകളൊക്കെ ഈ ബസ്സിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ 2 ബസ്സിൽ കൂടിയിരിക്കുന്ന അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തന്നെയാണ്. മറിയുമ്മ എന്നൊരു വ്യക്തിയുടെ ഒരു പിൻബലം ഈ ടൂറിന് ഉണ്ട്. അതിന് മറിയുമ്മക്കും അതേപോലെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന വളണ്ടിയേഴ്സിനും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ സാമ്പത്തികമായി സഹായിച്ച കുറെ ആളുകളുണ്ട്. നമ്മളെ ഗിഫ്റ്റ് സംബന്ധമായിട്ട് നമ്മൾ അവർക്ക് തന്ന പ്രത്യേക ഗിഫ്റ്റും അതേപോലെ സഹാറ ഗോൾഡ് പാർക്ക് തന്ന നമ്മളെ ഗിഫ്റ്റ് അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ട് നമ്മൾ തന്നെ കുറെ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അവർക്കും ഈ സമയത്ത് പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവൻ കൊണ്ടുപോകുന്ന നമ്മളെ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങൾ വിടൂല. അദ്ദേഹത്തിന് കൂടെയുള്ള സഹായിക്കും പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇതിന് നിങ്ങളെല്ലാവരും വളരെ സഹകരണ മനസ്സോടുകൂടി നിങ്ങളെല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ട്. അതിനും നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ ഒരു സാഹോദര്യം എന്നും പടച്ചവൻ നിലനിർത്തട്ടെ. അതിന് നമുക്ക് ആ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം. ആ ഗ്രൂപ്പ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പട്ടർകടവിന്റെ ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഒരു 4 വാർഡിന്റെ ചുറ്റളവുള്ള ഭാഗമാണ് നമ്മൾ പട്ടർകടവ്. അതിന്റെ പുളിക്കപ്പറമ്പ് ഭാഗവും പാറമ്മൽ ഭാഗവും കേൽപ്പടി ഭാഗവും അങ്ങനെയുള്ള സ്പിന്നില് ഭാഗവും പള്ളിപ്പടി ഭാഗത്തുള്ള ആളുകൾ ഇതിലുണ്ട്. നിങ്ങൾക്കൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അറിവ് മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്രോതസ്സാവട്ടെ ആ ഗ്രൂപ്പ്. വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞങ്ങളോട് ആവശ്യപ്പെടാം. യുവജന കൂട്ടായ്മയുടെ ആളുകൾ എന്തിനും സന്നദ്ധരായി നിങ്ങളെ മുന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ഈ ടൂറുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ഇനി കൂട്ടിച്ചേർക്കാനുള്ളതുണ്ട്. നിങ്ങളെല്ലാവരും നല്ലതേ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നല്ലതല്ല, ഇതില് നല്ലത് മാത്രമല്ല, ഇതിലേക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ആർജവുള്ള ഒരാളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈയൊണ്ടിക്കാം. ആരില്ല? ഓക്കെ, ഞങ്ങൾ വരും കാലത്ത് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഗ്രൂപ്പിൽ അത് പറയുമെന്ന്. ഇതിനുശേഷം ഞാൻ